അപ്പോൾ നിങ്ങളെല്ലാവരുടെയും അനുവാദത്തോടെ വളരെ വളരെ സന്തോഷത്തോടെ പ്രിയപ്പെട്ട കൽപ്പറ്റ നാരായണൻ മാഷെ സംസാരിക്കാനായി ക്ഷണിക്കുന്നു. പ്രകൃതി ചികിത്സ ഈ 25 വർഷം നമ്മൾ ഇവിടെ ആഘോഷിക്കുന്നു. ഈ കാലം കൊണ്ട് എന്ത് വ്യത്യാസമാണ് മലയാളിയുടെ ജീവിതത്തിൽ വരുത്തിയത് എന്നാലോചിച്ചാൽ, പ്രകൃതി ചികിത്സ സമ്പൂർണമായി സ്വീകരിച്ചവരുടെ എണ്ണം വളരെയൊന്നും വർദ്ധിച്ചിട്ടുണ്ടാകുകയില്ല. പക്ഷേ ഭാഗികമായി പ്രകൃതി ചികിത്സയുടെ ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിച്ചവർ വളരെ ഏറെ ഉണ്ട്. ഒരുപക്ഷെ കേരളത്തിലെ പഴങ്ങളുടെ ചെലവ് വർദ്ധിപ്പിച്ചത് ജേക്കബ് വടക്കഞ്ചേരിയുടെയും മറ്റും പ്രവർത്തന ഫലമായിട്ടാണ് എന്ന് പറയണം. അപ്പോൾ ഒട്ടാകെ സംഭവിച്ച ഒരു വലിയ മാറ്റമാണ് ഇത്. നേരത്തെ കുട ചൂടി നടക്കാൻ പോകുന്ന ആളുകൾ കുടയെ ചൂടിയിട്ടുള്ള ഈ തണലിനേക്കാൾ എത്രയോ ആരോഗ്യകരമാണ് ഈ വെയിൽ എന്ന് മനസ്സിലാക്കി വെയിൽ കൊള്ളാൻ തുടങ്ങിയിരിക്കുന്നു കേരളത്തിൽ നിരവധിയായ ആളുകൾ എന്ന് പറയണം. ചികിത്സയെ സംശയത്തോടെ നോക്കുന്നവർ, മോഡേൺ മെഡിസിനെ സംശയത്തോടെ നോക്കുന്നവർ കൂടുന്നുണ്ട്. പക്ഷേ പ്രകൃതി ചികിത്സയ്ക്ക് അവർക്കുള്ളതുപോലെ പ്രചരണോപാധിയോ ലാഭദൃഷ്ടിയോ ഒന്നുമില്ലാത്തതുകൊണ്ട് അത് വേണ്ടത്ര സർവരിലേക്കും എത്തിച്ചേരുന്നുണ്ടോ എന്ന് സംശയമാണ്. മാത്രമല്ല, മനുഷ്യൻ തുടർന്നു പോരുന്ന ഒരു ജീവിതത്തെ മാറ്റുക എന്ന് പറയുന്നത് വലിയ മനപ്രയാസമുള്ളാക്കുന്ന ഒന്നായതുകൊണ്ട് അവർ മോഡേൺ മെഡിസിൻ്റെയും ഒക്കെ പുറകെ പോയിക്കൊണ്ടിരിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ മറ്റൊരു പ്രശ്നം, അരി ഭക്ഷണത്തിനോട് ആളുകൾ കുറേശ്ശെയായി യാത്ര പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നമ്മളെ രാഷ്ട്രീയക്കാരൊക്കെ പറയും അരി ഭക്ഷണം കഴിച്ച ഒരാൾ ഇങ്ങനെ സംസാരിക്കുകയില്ല എന്ന്. മറിച്ചാ പറയേണ്ടത്, അരി ഭക്ഷണം കഴിച്ചതുകൊണ്ടാണ് ഒരാൾ ഇങ്ങനെ വിഡ്ഢിത്തം പറയുന്നത് എന്നാണ് പറയേണ്ടത്. കാരണം അരിയിൽ നിന്ന് നമുക്ക് കാര്യമായിട്ട് ഗുണമൊന്നും ശരീരത്തിന് കിട്ടുന്നില്ല. ഇതൊരു ശീലം കൊണ്ട് നമുക്ക് അരിഭക്ഷണം കഴിച്ചേ പറ്റൂ എന്നായിത്തീരുന്നതാണ്. ചെറിയ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഞാൻ അട്ടപ്പാടി അതിനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി പണ്ട് ഔട്ട്ലുക്കിന് വേണ്ടി ചില ഗവേഷണങ്ങളൊക്കെ നടത്തി. വളരെ മുമ്പാണ്. അവിടെ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം, അട്ടപ്പാടിയിലെ ആദിവാസികൾ അതിദുർബലരാണ് ഇന്ന് ശരീരത്തിൽ. വയനാട്ടിലെ ആദിവാസികളുടെ സ്ഥിതിയും അതുതന്നെയാണ്. എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത് എന്നാണെങ്കിൽ, എനിക്ക് നല്ല ഓർമ്മയുണ്ട്. 1 കിൻഡൽ കാപ്പിക്കുരു എടുത്തിട്ട് എൻ്റെ വീട്ടിൽ നിന്നും കൽപ്പറ്റയിലേക്ക് പോകുമായിരുന്നു പണ്ട് ആദിവാസികൾ. അത്ര ആരോഗ്യം. ഇന്ന് ആരോഗ്യമുള്ള ഒരു ആദിവാസിയെ കാണുക വളരെ പ്രയാസമാണ്. എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത് എങ്കിൽ, അവർ രാസവളങ്ങൾക്കും കീടനാശിനികൾക്കും മുമ്പത്തെ സ്വാദും ധാതുപുഷ്ടിയുമുള്ള നിരവധി ധാന്യങ്ങൾ കഴിച്ചിരുന്നു എന്നതാണ് അതിൻ്റെ ഒരു കാരണം. കുടിയേറ്റക്കാർ കീടനാശിനികൾ തളിച്ച് കളവ് പഠിച്ച കിണറുകളിൽ നിന്ന് ഇന്ന് ഊറി വരുന്നത് വിഷജലമാണ്. അട്ടപ്പാടി പോലൊരു വനമേഖലയിൽ ശലഭങ്ങളോ തുമ്പികളോ അത്യപൂർവമായി തീർന്നിരിക്കുന്നു. അപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ? നമ്മളിപ്പോൾ ഒരു ഒറ്റ പരീക്ഷണം മതി. നമ്മൾ വാങ്ങിക്കൊണ്ടുവരുന്ന ഈ മുന്തിരിയും ഒക്കെ വീട്ടിൽ കൊണ്ടുവന്നാൽ ഒരു ഉറുമ്പും ആ ഭാഗത്തേക്ക് പോവുകയില്ല. അവയ്ക്കറിയാം ഇതൊക്കെ വിഷവസ്തുക്കളാണ്. ഇങ്ങനെ തീർന്നില്ല. അതുകൊണ്ട് കുടിയേറ്റക്കാരെയും കുറ്റം പറഞ്ഞുകൂടാ. കൃഷി വകുപ്പ് നിർലോഭം ശുപാർശ ചെയ്ത്
കൂടുതൽ കൂടുതൽ കടുപ്പമുള്ള വിഷങ്ങൾ മണ്ണിൽ കലർത്തി അങ്ങനെ അവരുടെ കൃഷിയൊക്കെ നശിക്കുന്നു, അന്തരീക്ഷം നശിക്കുന്നു. റാഗിയായിരുന്നു അവരുടെ മുഖ്യ ആഹാരം. റാഗിയിൽ 95% ഇരുമ്പും അരിയിൽ 5%. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അരിഭക്ഷണം കഴിക്കുന്നത് കൊണ്ടാണ് ഇവരിങ്ങനെ പറയുന്നത് എന്നാണ് പറയേണ്ടത്. അരിഭക്ഷണം കഴിക്കുന്ന ഒരാളിങ്ങനെ വിഡ്ഢിത്തം പറയുമോ എന്നല്ല ചോദിക്കേണ്ടത് എന്ന്. റാഗിക്കൊപ്പം തിനയും വരകും ചോളവും അങ്ങനെ 16ഓളം ധാന്യങ്ങൾ അവർ കഴിക്കുമായിരുന്നു. അന്നാണ് ഞാൻ പറഞ്ഞ ഈ ആരോഗ്യം അവർക്കുണ്ടായത്. 15ഓളം കിഴങ്ങ് വർഗ്ഗങ്ങൾ, നൂറിക്കിഴങ്ങ്, ജൊഡിക്കിഴങ്ങ്, അത്ര തന്നെ ഇലകൾ ഉപ്പേരി വെച്ചും കറി വെച്ചും അവർ കൂട്ടി. കടുക് ഇല, പയറില, മത്തനില, ചീരയില, ചുക്കുട്ടിത്തള്ള എന്ന് പറയുന്ന ഒരു ചെടിയുടെ ഇല, ഇങ്ങനെ ഇല്ലിക്കൂമ്പ്, ചുണ്ടക്കായ, ഇതൊക്കെ അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്നു. അന്നവർ വെണ്ണയിലാണത്രേ പാചകം ചെയ്തത്. ഇഞ്ചമരത്തിൻ്റെ ഇല ഇടിച്ച് പതച്ച് തല കഴുകി, ആവണക്കിൻ്റെ കുരു വറുത്ത് ഉരലിലിട്ട് കുത്തി ചട്ടിയിലിട്ട് വേവിച്ച് കിട്ടിയ എണ്ണ കൊണ്ട് വിളക്ക് കത്തിച്ചു. ജീവപര്യന്തം അവർക്ക് വേണ്ടതൊക്കെ അവരവരുടെ സമ്പന്നമായ ആവാസ സ്ഥലത്ത് നിന്ന് ഉണ്ടാക്കി. ചത്തു കഴിഞ്ഞാൽ ചടങ്ങിന് പാണ്ടിയും റാഗിയും ചാമച്ചോറും കാൽച്ചുവെട്ടിൽ വയ്ക്കും. ചടങ്ങിന് പിഴവ് പറ്റിയാൽ ആ വർഷത്തിൽ അപമൃത്യു ഉണ്ടാകും എന്നാണ് അവരുടെ വിശ്വാസങ്ങളും അവരുടെ ജീവിത രീതികളും. എല്ലാം തന്നെ നിരവധിയായ ഈ ധാന്യങ്ങളും ഇലവർഗ്ഗങ്ങളും ഒക്കെ കഴിക്കാൻ പ്രേരിപ്പിച്ചു. പറഞ്ഞു വരുന്നത്, ആരോഗ്യത്തിൻ്റെ അടിസ്ഥാനം ഭക്ഷണമായിരുന്നു. ഈ ഭക്ഷണത്തിൽ നമ്മൾ പിഴവ് കാട്ടിയത് കൊണ്ടാണ് ഈ പറയുന്ന എല്ലാ രോഗങ്ങളും നമ്മളിലേക്ക് കടന്നു വരുന്നത്. കേരളത്തിലെ മരണങ്ങളിൽ 95% ഭക്ഷ്യവിഷബാധ കൊണ്ടുള്ള മരണങ്ങൾ ആണ്. എല്ലാം വിഷമയമായി തീർന്നിരിക്കുന്നു. നമ്മൾക്ക് കിട്ടുന്ന വിഭവങ്ങളൊക്കെ വിഷം കലർത്തി ഈ പെസ്റ്റിസൈഡ്സ് കൊണ്ടുണ്ടാക്കുന്ന വലിയ പ്രയാസങ്ങൾ നമ്മൾ മറന്നുപോകുന്നു. ഒരോർമ്മയും നമുക്കില്ല. ഈ കാസർഗോഡ് എന്താണ് ഈ എൻഡോസൾഫാൻ തളിച്ചത് കൊണ്ട് സംഭവിച്ചത്? ആ കുട്ടികളുടെ വികലമാക്കപ്പെട്ട രൂപങ്ങൾ നിങ്ങൾ കണ്ടു. 45ഉം 50ഉം വയസ്സായ വൃദ്ധന്മാർ കൊച്ചുകുട്ടികളുടെ വലിപ്പം മാത്രമുള്ളതായി നിങ്ങൾ കണ്ടു. കയ്യും കാലും കഴുത്തും അതീവ ശുഷ്കമായി തീർന്ന രൂപങ്ങൾ നിങ്ങൾ കണ്ടു. അതൊക്കെ ഈ കൃഷി ലാഭകരമാക്കാൻ വേണ്ടി പ്ലാന്റേഷൻ ചെയ്ത വലിയ അപരാധത്തിൻ്റെ ഫലമായിരുന്നു. അങ്ങനെ ഈ എൻഡോസൾഫാനിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടിയിരുന്ന ഒരു പാഠവും നമ്മൾ പിന്നീട് പഠിച്ചില്ല. എൻവിറോൺമെൻ്റൽ അവെയർനെസ് എന്ന് പറയുന്ന ഈ പാരിസ്ഥിതിക ബോധം നമ്മളെ പഠിപ്പിക്കേണ്ടത് ഇത്തരം ചില ഉദാഹരണങ്ങളെ വേണ്ട വിധത്തിൽ പ്രചരിപ്പിച്ചും അപഗ്രഥിച്ചും മലയാളികളെ ധരിപ്പിച്ചുകൊണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഉള്ളിൽ അറിയാതെ പരിസ്ഥിതി ബോധം ഉണ്ടാകും. അല്ലാതെ ഒന്നുമായും ബന്ധമില്ലാത്ത വിധത്തിൽ പാഠപുസ്തകങ്ങളിൽ പരിസ്ഥിതി ബോധം വളർത്തണം എന്ന് പറഞ്ഞാൽ അതൊന്നും ആർക്കും സ്വീകാര്യമായി തീരുന്നതല്ല. വാസ്തവത്തിൽ നമ്മുടെ ഈ 3-4 ചികിത്സ, ഇതൊരു ചികിത്സാ വിഭാഗമൊന്നുമല്ല പ്രകൃതി ചികിത്സ എന്ന് പറയുന്നെങ്കിലും അതൊരു ഭക്ഷണ ജീവിത രീതി ആണ്. ആ ജീവിത രീതിയുടെ അടിസ്ഥാനം പാരിസ്ഥിതികമായ ഒരു ദർശനം അതിനുണ്ട് എന്നാണ്. പാരിസ്ഥിതികമായ ദർശനത്തെ ചുരുക്കി പറഞ്ഞാൽ ഒഴുക്കിന് അനുകൂലമായി നീങ്ങുക എന്നതാണ്. താവോയിസം അതാണ് പറയുന്നത്, ഹെറാക്ലിറ്റസ് അതാണ് പറയുന്നത്, ഗാന്ധി
അറിയാതെയാണെങ്കിലും എത്തിച്ചേർന്ന വഴി അതായിരുന്നു. അങ്ങനെ ഒന്നിനെയും ഹിംസ കൊണ്ട് ഉപദ്രവിക്കാതെ നാം അനുകൂലമായ വഴിയിൽ സഞ്ചരിക്കുക. ആ അനുകൂലമായ വഴിയിൽ ഭക്ഷണത്തിൻ്റെ കാര്യത്തിലും എന്തൊരു അമിത ഭക്ഷണക്കാരാണ് മലയാളികൾ. കോവിഡ് കഴിഞ്ഞപ്പോൾ വല്ലാത്തൊരു വിപ്ലവം കേരളത്തിൽ നടന്നു. 2 വിപ്ലവം ഉണ്ടായി. ഒരു വിപ്ലവം അതീവ ദുസ്സഹമായ വിപ്ലവമായിരുന്നു. നിറയെ ഹോട്ടലുകൾ, വീട്ടിലെ അടുക്കള ഹോട്ടലിലെ അടുക്കളയായി മാറി. പോയി ഭക്ഷണം കഴിക്കുന്നവർ കോഴിക്കോട്ടെ ചില ഹോട്ടലിലൊക്കെ 11 മണിക്ക് ക്യൂ തുടങ്ങുക. ഒപ്പം തന്നെ പാർസലായിട്ട് വരുന്ന ഭക്ഷണം. ഈ ഭക്ഷണത്തിൻ്റെ കാര്യം വീട്ടിലാണ് നമ്മൾ വാങ്ങുന്നത്, നമ്മൾ പാചകം ചെയ്യുന്നത് എങ്കിൽ അതിൽ അപൂർവമായെങ്കിലും നമ്മൾ കൃഷി ചെയ്ത പഴങ്ങളും ഇലകളും ഒക്കെ ഉണ്ടാവും. നമ്മൾ വാങ്ങിക്കുമ്പോൾ നിഷ്കർഷിക്കും അതിൽ വിഷമുണ്ടോ എന്ന്. ഹോട്ടൽ ഭക്ഷണത്തിന് ആര് നിഷ്കർഷിക്കാൻ? ലാഭം മാത്രം നോക്കി എവിടെ നിന്ന് ഹോൾസെയിലായിട്ട് ഈ സാധനങ്ങൾ കിട്ടുമോ അത് വാങ്ങി ഈ കെട്ട ഭക്ഷണമാണ് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. മലയാളിയുടെ ആരോഗ്യശീലം മാറുകയും ഇങ്ങനെ ഹോട്ടലുകളുടെ അടിമകളായിട്ട് നമ്മൾ മാറുകയും ചെയ്തപ്പോൾ സംഭവിച്ച വലിയ ദുരിതം ആശുപത്രികളൊക്കെ തഴച്ചു വളർന്നു എന്നതാണ്. ഈ ഹോട്ടലിൽ നിന്ന് ഒരു അദൃശ്യമായ വഴിയുണ്ട് ഓരോ ഹോസ്പിറ്റലിലേക്കും. അങ്ങനെ ഈ അദൃശ്യമായ വഴിയിലൂടെയാണ് നമ്മൾ ഇറങ്ങിപ്പോകുന്നത്. ഏതായാലും ഈ ഹോട്ടൽ രീതി, എറണാകുളമൊക്കെയാണ് അതിന് വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലം. എന്തുമാത്രമാണ് ആളുകൾ, എപ്പോഴും ജോലിയാണ്. IT മേഖലയിലൊക്കെ ആണെങ്കിൽ 10-12 മണിക്കൂറാണ് ജോലി. ഭാര്യയ്ക്കും ഭർത്താവിനും ജോലി ഉണ്ടാവും. ഹോട്ടലിനെ ആശ്രയിക്കാതെ എന്താ ചെയ്യുക? ഹോട്ടലിലെ പാചകപ്പുരകളിൽ നടക്കുന്നത് ഈ വിഷനിർമ്മാണമാണ് എന്നത് സംശയം കൂടാതെ പറയാം. കാരണം അവർക്ക് ലാഭാധിഷ്ഠിതമായി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളാണ്. അവിടെ ഇപ്പോൾ ജേക്കബ് വടക്കഞ്ചേരി തിരുവനന്തപുരത്ത് ഇതാ ഒരു പ്രകൃതി അനുരോധമായിട്ടുള്ള ഹോട്ടൽ തുടങ്ങുന്നു, ഇവിടെ ഉണ്ട്. അങ്ങനെയെല്ലാമുള്ള അപൂർവം പ്രതിരോധങ്ങൾ ഒഴിച്ചാൽ ഹോട്ടലുകൾ നമ്മുടെ ശരീരാവസ്ഥയെ അതികഠിനമാക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ആളുകൾ പറയും വലിയ വിഭവങ്ങളൊന്നുമില്ല പ്രകൃതി ചികിത്സയിൽ എന്ന്. മഹാത്മാഗാന്ധിയെക്കുറിച്ചുള്ള ഒരു കുഞ്ഞു കഥയിൽ അയാളുടെ മകൾ 6 വയസ്സായിട്ടുള്ള കുട്ടി സേവാശ്രമത്തിൽ താമസിക്കാൻ വന്നതാണ്. അപ്പോൾ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അവൾ മഹാത്മാഗാന്ധിയോട് അയാളെല്ലാവരുടെയും കൂടെ ഇരുന്ന് പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന സമയത്ത് വന്നിട്ട് പറഞ്ഞു, ഇതെന്താ പംകിൻ ഹെർമിറ്റാണോ എന്ന് ചോദിച്ചു. ഇതെന്താണ് മത്തങ്ങ ആശ്രമമാണോ എന്ന് ചോദിച്ചു. രാവിലെയും മത്തങ്ങ, ഉച്ചയ്ക്കും മത്തങ്ങ, വൈകുന്നേരവും മത്തങ്ങ. അപ്പോൾ ഗാന്ധി പൊട്ടിച്ചിരിച്ചു, അവളെ സമാധാനിപ്പിച്ചു, വഴിയുണ്ടാക്കാം എന്ന് പറഞ്ഞു. എന്നിട്ട് പാചകക്കാരനെ വിളിച്ചു, ഇതെന്താ എല്ലാ നേരവും ഇങ്ങനെ മത്തൻ? ചുറ്റുപാടും നമുക്ക് സുലഭമായിട്ടുള്ളത് മത്തനാണ്. അങ്ങ് പറഞ്ഞിട്ടുണ്ട് സ്വദേശിയായി നമ്മൾ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന്. അങ്ങനെ സ്വദേശിയിൽ സുലഭമായിരിക്കുന്നത് മത്തനാണ്, അത് കൊള്ളാവുന്നതാണ് എന്ന് പറയുന്നുമുണ്ട്. അതുകൊണ്ട് എല്ലാ നേരവും മത്തനാക്കി. അപ്പോൾ അയാളോട് ഗാന്ധി പറഞ്ഞു, അത് ശരിയല്ല. ഈ ഗ്രാമത്തിൽ മത്തനില്ലാത്ത വീടുകൾ ധാരാളം ഉണ്ടാകും. നമുക്ക് വേണ്ട മറ്റ് പച്ചക്കറികൾ ഉണ്ടാക്കുന്ന വീടുകൾ അനവധി ഉണ്ടാവും. നിങ്ങൾ ഓരോ വീട്ടിനും വേണ്ടത് കൊടുത്ത് അവിടെയുള്ളത് വാങ്ങി അങ്ങനെ ഒരു കൈമാറ്റ കച്ചവടം ആരംഭിക്കണം എന്ന് പറയുകയും അങ്ങനെ സേവാശ്രമത്തിലെ വിഭവങ്ങൾ സമൃദ്ധമായി തീരുകയും ചെയ്തു. ഇന്ന് ഉച്ചയ്ക്ക് ഇവിടെ നിന്ന് ഭക്ഷണം കഴിച്ചാൽ നിങ്ങൾക്കൊക്കെ അറിയാം ഏത് ഹോട്ടലിലാണ് ഇത്ര വിഭവ സമൃദ്ധി ഉള്ളത്, ഏത് ഹോട്ടലിലാണ് ഇത്ര രുചികരമായി പാചകം ചെയ്യുന്നത്, ഏത് ഹോട്ടലിലാണ് ഭക്ഷണം കഴിച്ചു കഴിയുമ്പോൾ നിങ്ങളുടെ മനസ്സിന് ആനന്ദം ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഈ ഭക്ഷണ വിപ്ലവം, ഞാൻ പറഞ്ഞ ഭക്ഷണ വിപ്ലവം നമ്മളെ തകർക്കുന്നതായിരുന്നു. മറ്റൊരു
സൂക്ഷ്മമായ ഭക്ഷണ വിപ്ലവം നമ്മളെ രക്ഷിക്കുന്നതായിട്ടുണ്ടാകണം. സുഖം എന്ന് പറയുന്ന വാക്കിൽ നിന്നാണ് നമ്മൾ അസുഖം എന്ന് പറയുന്ന വാക്ക് ഉണ്ടാക്കിയെടുക്കുന്നത്. ആരോഗ്യം എന്ന വാക്കിൽ നിന്നാണ് നമ്മൾ അനാരോഗ്യം എന്ന് പറയുന്ന വാക്ക് ഉണ്ടാക്കിയെടുക്കുന്നത്. അതിൻ്റെ അർത്ഥം എന്താ? പ്രകൃത്യാ സുഖമാണ് മനുഷ്യന്, പ്രകൃത്യാ ആരോഗ്യമാണ് ഉള്ളത്. ആ പ്രകൃതി ഉപയോഗിച്ച് നിങ്ങളെ ആരോഗ്യവാനും സുഖിയും ആക്കി തീർക്കുക എന്നതാണ് ഈ ചികിത്സയുടെ ഒരു വഴി. നിങ്ങളിലൂടെ പ്രവർത്തിക്കാൻ പ്രകൃതിയെ അനുവദിക്കുകയാണ് വാസ്തവത്തിൽ ചെയ്യുന്നത്. അതാണ് ഈ ഭക്ഷണത്തിലെ വിഭവങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞത്. അങ്ങനെ മാറിക്കൊണ്ടിരിക്കണം. അങ്ങനെ മാറുമ്പോൾ നമ്മളിൽ സൂക്ഷ്മമായി പാരിസ്ഥിതിക ബോധവും ഉണ്ടാവും. പരിസ്ഥിതി ബോധത്തെക്കുറിച്ചൊരു കുഞ്ഞു കഥ പറഞ്ഞാൽ എന്താണെന്ന് പറയാൻ. ഒരാൾ രാവിലെ ക്യാരറ്റ് കിളയ്ക്കാൻ ചെന്നതാണ്. അപ്പോൾ ക്യാരറ്റ് ചെടി അയാളോട് പറഞ്ഞു, ഇന്നെനിക്കൊരു ഉന്മേഷവും തോന്നുന്നില്ല, വേറെ ഒരു ദിവസം വന്നുകൂടെ എന്ന് ചോദിച്ചു. അയാൾ അന്താളിച്ചു പോയി. ഒരു ക്യാരറ്റ് ചെടി സംസാരിക്കുകയോ? അയാളിങ്ങനെ അതിനെ തന്നെ തുറച്ചു നോക്കിയപ്പോൾ അയാളുടെ പശു പൊട്ടിച്ചിരിച്ചു അത് കണ്ടിട്ട്. അപ്പോൾ അയാൾ പശുവിനെ നോക്കിയപ്പോൾ കൂടെ എപ്പോഴും കൊണ്ട് നടക്കുന്ന പട്ടി അയാളോട് പറഞ്ഞു, ക്യാരറ്റ് ചെടി തന്നെയാണ് സംസാരിച്ചത്, പശുവാണ് പൊട്ടിച്ചിരിച്ചത്, അതും സംസാരിച്ചുകൊണ്ട്. അത് കണ്ടപ്പോൾ അയാൾക്ക് സഹിക്കാൻ പറ്റാതെ വരികയും അടുത്ത് കണ്ട ഒരു വേപ്പിൻ്റെ കൊമ്പൊടിക്കുകയും ചെയ്തു. അപ്പോൾ വേപ്പ് പറഞ്ഞു, അത് അവിടെ വെക്ക് എന്ന് പറഞ്ഞു. അയാൾ താഴോട്ടിട്ടു. അപ്പോൾ താഴെയുള്ള പാറ പറഞ്ഞു, മെല്ലെ വെക്ക് എന്ന് പറഞ്ഞു. അയാൾ ഈ കൊമ്പ് മെല്ലെ പിടിച്ചെടുത്തു. എന്നിട്ട് പതുക്കെ വെച്ച് അവിടം വിട്ട് ഓടാൻ തുടങ്ങി. ഭയമല്ലേ, എല്ലാ ജീവികളും ജീവജാലങ്ങളും സംസാരിക്കുന്നു. അങ്ങനെ അയാൾ ഓടുന്ന സമയത്ത് എതിരെ ഒരാൾ വരുന്നു. അയാൾ ചോദിച്ചു, എന്താ ഇങ്ങനെ പരിഭ്രമിച്ച് ഓടുന്നത് എന്ന് ചോദിച്ചു. പരിഭ്രമിക്കണ്ടേ എന്ന് പറഞ്ഞ് ഈ കഥകളൊക്കെ പറഞ്ഞു. അപ്പോൾ അത് പറഞ്ഞു, നിങ്ങൾക്ക് ഭ്രാന്താണെന്ന് പറഞ്ഞപ്പോൾ അയാളുടെ മീൻകൊട്ടയിലുണ്ടായിരുന്ന മീൻ പറഞ്ഞു, അത് ഭ്രാന്തൊന്നുമല്ല എന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ ഈ മീൻകൊട്ടയെ എറിഞ്ഞ് കളഞ്ഞിട്ട് അയാളും ഓടി. അങ്ങനെ ഓടിക്കൊണ്ടിരുന്നതിന് അവർ നാടുവഴിയുടെ അടുത്തെത്തി. അയാളോട് ഈ സങ്കടം പറഞ്ഞപ്പോൾ, സങ്കടമല്ലേ, നമ്മുടെ മാത്രം കുത്തകയായിരുന്ന ഒരു ഭാഷ മറ്റെല്ലാ ജീവജാലങ്ങളും ഉപയോഗിച്ചു തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ നാടുവഴി പറഞ്ഞു, ഈ രണ്ടാളുകളെയും അടിച്ചിറക്കാൻ ആരുമില്ലേ, പുലർച്ചെ ഭ്രാന്ത് പറഞ്ഞിരിക്കുന്നു എന്ന്. അപ്പോൾ അയാളിരിക്കുന്ന കസേരയിലെ ചൂരൽ അയാളോട് പറഞ്ഞു, അവർ ഭ്രാന്തൊന്നുമല്ല പറഞ്ഞത് എന്ന്. അയാൾ അവിടെ നിന്നും പെട്ടെന്ന് പുറത്തേക്ക് ചാടി. എന്താ ഈ കഥയുടെ അർത്ഥം? മനുഷ്യ കേന്ദ്രീകൃതമായ ഒരു ഭാഷ ഉപയോഗിച്ചിട്ട് മറ്റെല്ലാ ജീവജാലങ്ങളെയും നമ്മുടെ അനുചരന്മാരാക്കി നാം മാറ്റിയിരിക്കുന്നു. കാട്ടിലെ മൃഗങ്ങളെ പോലും നാം വളർത്തു മൃഗങ്ങളാക്കിയിരിക്കുന്നു. അതുകൊണ്ടാണ് ഈ കാട്ടിലെ മൃഗങ്ങളൊക്കെ പ്രതിഷേധിച്ച് നമ്മുടെ നാട്ടിലേക്ക് ഇറങ്ങുന്നത്. നമ്മുടെ കാഴ്ചപ്പാടൊക്കെ എന്താണ്? മനുഷ്യനത് പ്രത്യക്ഷത്തിൽ മാത്രം, മനുഷ്യനുമല്ല, പ്രത്യക്ഷത്തിൽ മാത്രം, തൽക്കാലം മാത്രം എന്ത് ഗുണം ചെയ്യും എന്നതാണ് നമ്മുടെ ഭാഷ നമ്മളോട് പറഞ്ഞു തരുന്നത്. അതുകൊണ്ടാണ് എൻഡോസൾഫാൻ നടന്നപ്പോൾ എൻഡോസൾഫാൻ വിഷം, അതിൻ്റെ ഫലങ്ങൾ നമ്മളോട് പറഞ്ഞു, നിങ്ങളും ഒരു കീടം മാത്രമാണ്. അതുകൊണ്ട് കീടനാശിനി ഉപയോഗിച്ചാൽ താമസിയാതെ കീടമായ നിങ്ങളെയും ആ വിഷം ബാധിക്കുക തന്നെ ചെയ്യും. അതിനുദാഹരണം അവിടെ സംഭവിച്ചു. പക്ഷേ ഇന്ന് വ്യാപകമായി സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. നമ്മൾ വാങ്ങിക്കുന്ന എല്ലാ പച്ചക്കറികളിലും, നമ്മൾ വാങ്ങിക്കുന്ന മാംസത്തിലും, നമ്മൾ വാങ്ങിക്കുന്ന മത്സ്യത്തിലും എല്ലാം വിഷം. അല്ലെങ്കിൽ ആ തിളക്കം കുറച്ച് ദിവസങ്ങൾക്കപ്പുറം നീണ്ടു നിൽക്കില്ല. ഈ വിഷത്തിനെ പ്രതിരോധിക്കുക എന്നത് ഭരണകൂടത്തിൻ്റെ ചുമതലയായിരുന്നു. അവർക്കതിൽ യാതൊരു താല്പര്യവും ഇല്ല. കാരണം ഭരണകൂടത്തിന് കൂടുതൽ ഗുണം കിട്ടുന്നത് ഈ ആശുപത്രികളിൽ നിന്നും അങ്ങനെ ഉന്നതരായ ആളുകളിൽ നിന്നും ഒക്കെയാണ്. അതുകൊണ്ട്
ജനപക്ഷത്ത് നിൽക്കുന്ന ഒരു ഭരണകൂടമായിരുന്നെങ്കിൽ കേരളത്തിൽ ആദ്യമുണ്ടാവുക അതിർത്തിയിൽ നിന്നും അന്യസ്ഥലങ്ങളിൽ നിന്നും വരുന്ന ഭക്ഷ്യവസ്തുക്കൾ കർക്കശമായി പരിശോധിച്ച് അവ കുറ്റമറ്റതാണ് എന്ന് തെളിയിച്ചതിന് ശേഷം മാത്രമേ ഈ നാട്ടിൽ വിതരണം ചെയ്യാൻ പാടുള്ളൂ എന്ന് പറയുകയായിരുന്നു. നിങ്ങൾക്ക് ഗൾഫ് നാടുകളിലൊക്കെ പോയാൽ നല്ല പച്ചക്കറി കിട്ടും, നല്ല മാംസം കിട്ടും, നല്ല മത്സ്യം കിട്ടും. ഈ വിധത്തിലുള്ള പരിശോധന കഴിഞ്ഞിട്ടാണ് അവിടെ കിട്ടുന്നത്. ഇവിടെ ആകട്ടെ ഒരു പരിശോധനയുമില്ല. നമ്മൾ അനാരോഗ്യവാന്മാരായിത്തീരുന്നു, പെട്ടെന്ന് വൃദ്ധന്മാരായിത്തീരുന്നു, ബുദ്ധി കുറഞ്ഞു വരുന്നു നമ്മുടെ ആളുകൾക്ക്. അങ്ങനെയുള്ള ഒരു ലോകത്തിന് എന്താണ് ഒരു പ്രതിവിധി എന്നതാണ്. ആ പ്രതിവിധി കുറേശ്ശെയായി ഭാഗികമായി ഫലിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. സ്വരാജ് ഗാന്ധി പറഞ്ഞത് എന്താണ്? സ്വയം വിധി, സ്വയം നിർണയിക്കാൻ കഴിയുന്ന, സ്വന്തം ഭാഗധേയം സ്വയം നിർണയിക്കാൻ കഴിയുന്ന സ്വാതന്ത്ര്യത്തിൻ്റെ പേരാണ് സ്വരാജ് എന്നത്. ഇത് നാം കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ, നാം സ്വീകരിക്കുന്ന ചികിത്സയുടെ കാര്യത്തിൽ സംഭവിക്കേണ്ടതുണ്ട്. ഓരോരുത്തനും അവനവൻ്റെ ഫിസിഷ്യനായി മാറണം, അവനവൻ്റെ ഡോക്ടറായി മാറണം എന്നത് ഗാന്ധി നമ്മളോട് പറഞ്ഞു തന്ന ഒന്നാണ്. ഗാന്ധിയാണ് ഈ മണ്ണിൻ്റെ ചികിത്സയും ഒക്കെ ചെയ്തിരുന്നത്. നിത്യമായി ശുശ്രൂഷയിൽ വലിയ വാസനയുണ്ടായിരുന്ന ഒരാളായിരുന്നു ഗാന്ധി. മരിക്കുമ്പോഴും അദ്ദേഹം ആ ദിവസങ്ങളിലും അദ്ദേഹം ഒരു കുഷ്ഠരോഗിയെ ശുശ്രൂഷിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ആ ഗാന്ധി പറയുന്ന ഒരു സ്വരാജ് എന്ന് പറയുന്നത് നമുക്ക് സൃഷ്ടിക്കാൻ കഴിയേണ്ടതാണ്. അതാണ് ജനാധിപത്യവും സോഷ്യലിസവും തമ്മിലുള്ള വലിയ വ്യത്യാസം. എന്താ സോഷ്യലിസം? ദൂരെ എങ്ങോ ഉള്ള സമത്വസുന്ദരം എന്ന് പറയുന്ന ഒരു കെട്ടുകഥയിൽ നമ്മൾ ആകൃഷ്ടരാകുന്നു എന്നതാണ്. ജനാധിപത്യം എന്ന് പറയുന്നത് അതല്ല. ഓരോ വ്യക്തിക്കും ചുമതലയുള്ള, ഓരോ വ്യക്തിക്കും മാറ്റാനാകുന്ന വർത്തമാനകാലത്താണ് അതിൻ്റെ പ്രവർത്തനം, ഭാവിയിലൊന്നുമല്ല. അങ്ങനെയാണ്. അങ്ങനെയാകുമ്പോൾ ഓരോരുത്തരെയും ലക്ഷ്യമല്ല പ്രധാനം, മാർഗമാണ്. ആ മാർഗത്തിൻ്റെ പ്രാധാന്യമാണ് ഇവിടെയും പറയുന്നത്. അതുകൊണ്ട് ലക്ഷ്യവുമുണ്ട് അതിന്, എങ്കിലും മാർഗം പ്രധാനമാണ്. ഈ ഭക്ഷണം, നമ്മുടെ ജീവിത രീതി ഒക്കെ തന്നെ കുറേശ്ശെയായി കുറ്റമറ്റതാക്കി തീർക്കുക. ഓരോ ചുവട് വയ്ക്കുമ്പോഴും ഈ സ്വരാജിലെ ഒരു പ്രജയാണ് ഞാൻ എന്ന ധാരണ ഉറപ്പിക്കുക. ഇതെല്ലാം കൊണ്ട് നമുക്ക് ക്രമേണ എത്തിച്ചേരാൻ കഴിയുന്ന രോഗമില്ലാത്ത ഒരു രാജ്യമുണ്ട്. ആ പോക്കിൻ്റെ ഓരോ ഘട്ടവും മനോഹരമാണ്. അവിടെ എത്തിയാൽ മാത്രമല്ല മനോഹരം. അതുകൊണ്ടാണ് നേരത്തെ ജേക്കബ് വടക്കഞ്ചേരി പറഞ്ഞു, മറ്റുള്ളതെല്ലാം തന്നെ നിങ്ങൾക്ക് അസുഖകരമായ ചികിത്സാനുഭവങ്ങൾ നൽകുമ്പോൾ പ്രകൃതി ചികിത്സ സുഖകരമായ ചികിത്സാനുഭവങ്ങൾ നൽകുന്നു. ഇത് ചികിത്സയല്ല, ഒരു സന്തോഷമാണ്, പ്രകൃതിയുമായിട്ടുള്ള ഒരു രഞ്ജിപ്പാണ്. ഈ സൂര്യപ്രകാശം, ഞാൻ വയനാട്ടിൽ ശ്വാസം മുട്ടൽ വല്ലാതെ ഉണ്ടായിരുന്ന ഒരാളാണ്. വയനാട്ടിലുള്ള ഒരു കുഴപ്പം എന്താണെന്ന് പറഞ്ഞാൽ മിക്ക ദിവസവും മൂടിയ അന്തരീക്ഷമായിരിക്കും, സൂര്യപ്രകാശം കിട്ടില്ല. സൂര്യപ്രകാശം കിട്ടിയാൽ മാത്രമാണ് ഒരു ആസ്മ രോഗിക്ക് വലിയ സൗഖ്യം ഉണ്ടാകുക. അതുകൊണ്ട് ഞാൻ സൂര്യപ്രകാശം മാത്രമുള്ള ഒരു നാട്ടിലേക്ക് വരികയും അങ്ങനെ ഈ രോഗത്ത് നിന്ന് മാറുകയും രക്ഷപ്പെടുകയും ചെയ്തു. ഈ അതാണ് സോളർ എനർജി ഉണ്ടാകണമെങ്കിൽ നിങ്ങൾക്കറിയാം, മേഘാവൃതമായ മണിപ്പൂരിലൊന്നും മേഘാവൃതം, ആസാം, അത് അരുണാചൽ പ്രദേശ്, ഇവിടെയൊക്കെ സോളാർ എനർജിക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ട് കാര്യമായിട്ടുള്ള ഗുണമൊന്നും കിട്ടില്ല. അതുപോലെയായിരുന്നു വയനാടും. കാര്യം എപ്പോഴും മേഘാവരണങ്ങളുള്ള പഴയ കാലത്തെ കഥയാണ്, 10-40 കൊല്ലം മുമ്പുള്ള കഥ. അങ്ങനെ ഒരു രോഗം പിടിച്ച എനിക്ക് എൻ്റെ നാട്ടിൽ വന്നപ്പോൾ എനിക്കറിയാം ആ രോഗം മാറിയിരിക്കുന്നു.
ഒരു മരുന്നുമില്ല. സൂര്യൻ എന്നെ ചികിത്സിച്ചു. ഇവിടെ വന്നപ്പോൾ എനിക്കാണെങ്കിൽ വെയിൽ ഭയങ്കര ഇഷ്ടമാണ്. മഴയെ അത്ര ഇഷ്ടമൊന്നുമല്ല, വെയിൽ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. അത് എന്തുകൊണ്ടാണ് എന്ന് ഇന്ന് മനസ്സിലാക്കുന്നു. എൻ്റെ ശരീരത്തിന് രോഗം മാറണം എന്ന് ഇച്ഛയുള്ളത് കൊണ്ടാണ് എനിക്ക് വെയിൽ ഇഷ്ടമായി തീർന്നത് എന്നർത്ഥം. നമുക്ക് ഇഷ്ടവിഭവങ്ങൾ പലപ്പോഴും വിരുദ്ധാഹാരമായി തീരുന്നത് നാം ചെറുപ്പം മുതൽ തെറ്റായി പരിശീലിപ്പിക്കപ്പെട്ടതുകൊണ്ടാണ്. അല്ലെങ്കിൽ അനുകൂലമായ ഭക്ഷണത്തിൽ മാത്രമേ നമുക്ക് താല്പര്യമുണ്ടാകുമായിരുന്നുള്ളൂ. അങ്ങനെ അനുകൂലമായ ഭക്ഷണത്തിൽ നിന്നും നമ്മൾ മാറിപ്പോയത് പ്രകൃതി വിരുദ്ധമായിട്ടുള്ള ഒരു വഴിയിലൂടെയാണ്. നാം എവിടെ നിന്നൊക്കെയോ വന്നു ചേർന്ന ഭക്ഷ്യ രീതികളെ ശീലിച്ചു, തുടർന്നു. അതൊക്കെ നമുക്ക് എതിരായിട്ട് വന്നു. വാസ്തവത്തിൽ നാം സ്വദേശി ഏറ്റവും സ്വാദുള്ള ഭക്ഷണം ഏതാ? ഗാന്ധി പറയുന്ന ചികിത്സ വലിയ ചികിത്സയാണ്. ഏറ്റവും സ്വാദുള്ള ഭക്ഷണം ഏതാ? തീർച്ചയായിട്ടും ആപ്പിളിനല്ല സ്വാദ്, ചക്കപ്പഴത്തിനാണ്. തീർച്ചയായിട്ടും ഇവിടെ ഇല്ലാത്ത ഇറക്കുമതി ചെയ്യുന്ന ഒരു ഫലത്തിനല്ല, ഇവിടെ സുലഭമായി ഉണ്ടാകുന്ന ഫലത്തിനാണ്. ചക്കപ്പഴം പോലെ ഒരു മധുരം മാത്രമല്ല, ഗുണവും തികഞ്ഞ ഫലമുണ്ടോ? പക്ഷെ കേരളത്തിൽ ഏതെങ്കിലും ഒരു പഴക്കച്ചവട സ്ഥാപന സ്ഥലത്ത് ഈ ചുള തമിഴ്നാട്ടിൽ ചെന്നാൽ കാണാൻ നിങ്ങൾക്ക്, കർണാടകയിൽ ചെന്നാൽ കാണാൻ നിങ്ങൾക്ക്, മറ്റേത് പ്രദേശത്ത് ചെന്നാലും കാണാൻ നിങ്ങൾക്ക്. കേരളത്തിൽ പക്ഷേ ഒരിടത്തും ചക്കച്ചുള വെച്ചിരിക്കുകയില്ല. ഇത്രയും സ്വാദുള്ള, ഇത്രയും പോഷക ഗുണമുള്ള ഒരു ഫലവും വേറെ ഇല്ലെങ്കിലും നമുക്ക് പുച്ഛമാണ്. ഇവിടെ അത് സുലഭമാണ് എന്ന കാരണത്താൽ, ഇവിടെ അതിന് വലിയ വില കിട്ടുകയില്ല എന്ന കാരണത്താൽ, ഇവിടുത്തുകാരനായിപ്പോയി അത് എന്നതിനാൽ, ഇവിടുത്തുകാരനെ, ഇവിടുത്തെ വിഭവങ്ങളെ നിങ്ങൾ സ്നേഹിച്ചു തുടങ്ങിയാലേ നിങ്ങൾ സ്വതന്ത്രരായിത്തീരുകയുള്ളൂ എന്നാണ് ഗാന്ധി പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഉണ്ടാകുന്ന മാങ്ങയും ഇവിടെ ഉണ്ടാകുന്ന ചക്കയും ഇവിടെ ഉണ്ടാകുന്ന ഓരോരോ ഫലങ്ങളും ഇവിടെ ഉണ്ടാകുന്ന സസ്യജാതികളും, നേരത്തെ ഒരുപാട് ഇലകളുടെ കാര്യം പറഞ്ഞില്ലേ, ആ ഇലകളൊക്കെ തന്നെ നമ്മളോട് സഹകരിക്കുന്നു, നമ്മളെ മാറ്റുന്നു. അഹിംസയുടെ വഴിയിലൂടെ നാം ഇതിലേക്ക് എത്തിച്ചേരുന്നു. അതുകൊണ്ട് അഹിംസ ഉപദേശിക്കുന്ന, പാരിസ്ഥിതിക ബോധം വർദ്ധിപ്പിക്കുന്ന, നിങ്ങളുടെ ശരീരത്തിൻ്റെയും സുഖത്തിൻ്റെയും ആരോഗ്യത്തിൻ്റെയും ഭാഗത്ത് നിൽക്കുന്ന ഒരു വലിയ സമീപനത്തിൻ്റെ പേരാണ് പ്രകൃതി ചികിത്സ. ആ ചികിത്സ പ്രത്യക്ഷത്തിൽ കൂടുതൽ പേർ സ്വീകരിക്കുന്നില്ലായിരിക്കാം, പക്ഷേ മലയാളികളുടെ ജീവിതത്തിൽ അത് കുറേശ്ശെയായി പ്രവേശിച്ചു കഴിഞ്ഞു. ഫലങ്ങളുടെ രൂപത്തിൽ, ഇലകളുടെ രൂപത്തിൽ. അതുപോലെ നമ്മൾ ഓരോരോ ഈ വെയിലുകൊള്ളുന്നതിൻ്റെ കാര്യത്തിൽ ഇങ്ങനെ പല വിധത്തിൽ സ്വാംശീകരിക്കുന്നു. കേട്ടറിവ് വെച്ച് നമ്മൾ ചിലതൊക്കെ ചെയ്യുന്നു, സമഗ്രമായിട്ടല്ല, അല്പമായി. ആ അല്പമായി ചെയ്യുന്ന കാര്യങ്ങൾ ശുപാർശ ചെയ്ത് ഒരുപക്ഷെ മോഡേൺ മെഡിസിൻ്റെ ഒരു ഭക്തൻ കാലാന്തരത്തിൽ മാറി എന്ന് വരും. ആക്സിഡൻ്റ് ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് സർജറി വേണമെങ്കിൽ പ്രകൃതി ചികിത്സയുടെ കയ്യിൽ എന്താണ് ഉള്ളത് എന്ന് നിങ്ങൾ ചോദിക്കും. പ്രകൃതി ചികിത്സയുടെ കയ്യിലുള്ളത് എന്താണ് എന്ന്, ആ സർജറി കഴിഞ്ഞാൽ ആ മുറിവ് എത്ര പെട്ടെന്ന് ഉണങ്ങുന്നു എന്നതിൽ പ്രകൃതി ചികിത്സയുടെ ഫലം ഉണ്ട്. അതുകൊണ്ട് ആ ചികിത്സ, ആ ജീവിത സമ്പ്രദായം, ചികിത്സയല്ല ഇത്, ഈ ജീവിത സമ്പ്രദായം നിങ്ങൾ സ്വീകരിക്കുമ്പോൾ ഈ സർജറിക്കും അത് ഗുണകരമായി തന്നെ തീരുന്നു. എല്ലാ രോഗങ്ങൾക്കും ഉള്ള പ്രതിവിധിയായി അത് മാറുന്നു. അതുകൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള ഒരു ജനനന്മയാണ് ഈ പ്രസ്ഥാനത്തിൻ്റെ ലക്ഷ്യം എന്നറിയുക. അത് ക്രമേണയായാലും സാക്ഷാത്കരിക്കും. ഒരുപാട് പരിഹസിക്കപ്പെട്ടിട്ടുണ്ട്, അപമാനിക്കപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ വക്താക്കൾ.
അതൊരു സ്വാതന്ത്ര്യ സമരമായിരുന്നു സത്യത്തിൽ. അതിലൂടെ ലഭിക്കുന്ന സ്വാതന്ത്ര്യം എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്വാതന്ത്ര്യ സമരങ്ങളിലൊന്നാണ് ഈ പ്രകൃത്യായുള്ള ഈ ജീവിത രീതി, ആഹാരരീതി, ചികിത്സ മുന്നോട്ട് വയ്ക്കുന്ന ഒരാൾ നയിക്കുന്നത്. ആ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ 25ാം വർഷമാണ് ഇവിടെ ആഘോഷിക്കപ്പെടുന്നത്. ഞാനിതിൻ്റെ സൂക്ഷ്മവശങ്ങളെക്കുറിച്ചൊന്നും പറയാൻ ആളല്ല, ഞാനൊരു എഴുത്തുകാരനാണ്. ചില കാര്യങ്ങൾ പറഞ്ഞു, അത്രമാത്രമേ ഉള്ളൂ. നിങ്ങൾക്കും ഡോക്ടർ ജേക്കബ് വടക്കഞ്ചേരിക്കും എല്ലാവർക്കും എൻ്റെ നന്ദി.